ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റവയും പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് 2 വിസിലടുപ്പിക്കുന്നുണ്ട്. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. മുട്ട ആയി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റവ എടുക്കുന്നുണ്ട്. അപ്പോൾ റവ അളക്കണത് ഈ ഗ്ലാസ്സിലാട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് വെള്ളം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ വേവിക്കാൻ വെച്ച പൊട്ടറ്റോ നന്നായിട്ട് വെന്തുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ പോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ ചെയ്യണത്. ഇപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടല്ലോ. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചൂടാറിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റവയുടെ മിക്സൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിലൊന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പിടി മാവ് എടുത്തിട്ട് അതൊന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണ്ടേ. എന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുഴി രൂപത്തിൽ പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഒരു പീസ് മുട്ടയില്ലേ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ പീസില്ലേ, അതൊന്ന് ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ഉരുളയും കൂടി എടുത്തിട്ട് അതും ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഈ ഷേപ്പിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തു കൂടിയും ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തു കൂടി ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റവയുടെ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട്. 3/4 ഗ്ലാസ് റവ എടുത്തിട്ട് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 4 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഒരുപാട് ഇട്ടാൽ തിരിക്കാനും മറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ 4 എണ്ണം തന്നെ ഇടണുള്ളൂ. ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നല്ല ബ്രൗൺ കളറായി കിട്ടേ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെച്ചിരിക്കണത്. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണയൊക്കെ ഒരുപാട് കുടിച്ചിട്ട് അതൊരു ടേസ്റ്റ് ഇല്ലാതെ ഉള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം ആ സൈഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കോരിയെടുക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാ സൈഡും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കോരിയിട്ട് ഒരു സ്ട്രെയിനർക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് 2 സൈഡും ആയി വരുമ്പോൾ. ഇനി ഇതെല്ലാതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എല്ലാ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരിക വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം തന്നെ കേട്ടോ. അതുപോലെ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന നേരത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്കും ഷെയറൊന്നും മറക്കരുതേ. താങ്ക്